ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യയിലെ ഫേമസ് ക്രിക്കറ്ററായ ഇന്ത്യയുടെ ഓൾഡ് ക്യാപ്റ്റനായ MS ധോണി നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നുണ്ടോ പുതിയ ക്യാരക്ടറായിട്ട്? MS ധോണി റിയൽ ആയിട്ട് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ക്യാരക്ടറായിട്ട് വരുന്നുണ്ടോ? അത് മാത്രമല്ല, എന്നായിരിക്കും MS ധോണി പുതിയ ക്യാരക്ടർ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്നത്? തല എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ക്യാരക്ടർ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് എന്നായിരിക്കും വരുന്നത്? എങ്ങനെ നമുക്ക് കിട്ടും? പിന്നെ അത് മാത്രമല്ല, എന്തായിരിക്കും പുതിയ MS ധോണി തല എന്ന ക്യാരക്ടറിന്റെ എബിലിറ്റി? ഉള്ള കാര്യമാണോ, ഇത് ഫേക്ക് ആണോ? സോ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മാഹിൻ ഫൺ 07 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെന്നെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലേക്ക് അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ തന്നെ ബെല്ലേക്ക് അമർത്തിയേക്ക്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. നാളെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു ഫെയർഡ് വീൽ വരുന്നുണ്ട്. 16 ഫെബ്രുവരി ആയിരിക്കും നമുക്ക് ഫെയർഡ് വീൽ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഒരു ഇമോട്ടും, നമ്മളിപ്പോൾ കാണുന്ന ഇമോട്ടും, പിന്നെ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂമും, പിന്നെ കാറിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് ഈ ഫെയർ വീൽ കാണാൻ സാധിക്കും. നല്ല മാസമായിട്ടുള്ള ഇമോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഫീമെയിൽ ബണ്ടിൽ കാണാൻ സാധിക്കും. നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബണ്ടിൽ നമുക്ക് ഫ്രീ ഫയറിലേക്ക് വരുന്നത് ഫെയർ വീലായിരിക്കും. ഇതോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഫാൽക്കൺ പെറ്റിന്റെ സ്കിന്നും, പിന്നെ നമുക്ക് ഡയമണ്ട് ഓലോച്ചറും തുടങ്ങിയ റിവാർഡ്സ് ഒക്കെ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രീ റിവാർഡ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഒരു ഇമോട്ട് ലഭിക്കുന്നുണ്ട്. എല്ലാ പ്ലേയേഴ്സിനും സൗജന്യമായിട്ട് കിട്ടാൻ പോകുന്ന ഒരു ഇമോട്ടാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഫെബ്രുവരി 12-ാം തീയതി നമുക്ക് എല്ലാവർക്കും ഷഫിൾ ടു ബൂയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് സ്റ്റാർട്ട് ആവും. ഫെബ്രുവരി 12-ാം തീയതി മുതൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു ഈവന്റ് സ്റ്റാർട്ട് ആവും. ആ ഈവന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ കാണുന്ന ഒരു ഇമോട്ട് ആയിരിക്കും. നമുക്ക് കുറച്ച് ടാസ്ക് ഒക്കെ തരും. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ റിമോട്ട് ആയിരിക്കും. എല്ലാ പ്ലേയേഴ്സിനും പെർമനന്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ഇമോട്ടാണിത്. സ്കോഡ് ബീഡ്സ് ഈവന്റിന്റെ പീക്ക് ഡേ ഫെബ്രുവരി 12-ാം തീയതി മുതലായിരിക്കും നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇമോട്ട് ലഭിക്കാൻ പോകുന്ന ഈവന്റ് സ്റ്റാർട്ട് ആവുന്നത്. ഈ ഒരു ഈവന്റിൽ നമുക്ക് എല്ലാവർക്കും മിഷൻസ് അഥവാ ടാസ്കുകളൊക്കെ ഉണ്ടാവും. നല്ല ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കാൻ പോകുന്നത് നമുക്ക് ഈ ഇമോട്ട് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് ഇമോട്ട് ലഭിക്കാൻ പോവുകയാണ്. തല ക്യാരക്ടർ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നുണ്ടോ, അഥവാ MS ധോണി പുതിയ ക്യാരക്ടറായിട്ട് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നുണ്ടോ? മിക്ക പ്ലേയേഴ്സും ഇപ്പോൾ സംശയം ഉണ്ടാകും. അതായത് ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു തല എന്ന് പറഞ്ഞിട്ടുള്ള MS ധോണിയുടെ ക്യാരക്ടർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പ് നമ്മളെല്ലാവരും പല യൂട്യൂബിലും കണ്ടതാണ് ധോണി ക്യാരക്ടർ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഫേക്ക് ആയിരിക്കുമോ റിയൽ ആയിരിക്കുമോ എന്ന് മിക്ക പ്ലേയേഴ്സും സംശയം ഉണ്ടാവും. MS ധോണി നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് കൺഫേം ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. MS ധോണിയായിട്ട് കൊളാബറേഷൻ എന്തായിരിക്കും നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സീൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും കൊളാബറേഷൻ ഈ MS ധോണിയോട് വരാൻ പോകുന്ന കൊളാബറേഷൻ കുറിച്ച് ലേറ്റായി നമ്മുടെ ഫ്രീ ഫയറിൽ വരാനാണ് ചാൻസ് ഉള്ളത്. അതായത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഹോളി ഈവന്റ്, അസാസിൻ ക്രീഡ് ഈവന്റ്, പിന്നെ അത് മാത്രമല്ല ബർഗർ കിങ് ഈവന്റ്, പിന്നെ WWE റെസലറായിട്ട് ഒരു ഈവന്റ് വരുന്നുണ്ട്. ഈ ഈവന്റുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ധോണിയായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ട് പുതിയ ഈവന്റ് അഥവാ അല്ലെങ്കിൽ നമുക്ക് പുതിയ ക്യാരക്ടർ നമുക്ക് ഗെയിമിലേക്ക് വരുന്നത്. ആ 3 കൊളാബറേഷൻ, ആദ്യം പറഞ്ഞ 3 കൊളാബറേഷനൊക്കെ 3 ഈവന്റ് ഒക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ലീക്സ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് MS ധോണിയുടെ ഒക്കെ ഈവന്റ്, അതായത് പുതിയ ക്യാരക്ടർ ഗെയിമിലേക്ക് വരുന്നത്. എന്തായാലും 1-2 മാസം കഴിയും നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ക്യാരക്ടർ MS ധോണി വരാനായിട്ട്. നമ്മുടെ MS ധോണി അഭിനയിക്കുന്ന പുതിയ ഒരു വെബ് സീരീസിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും മണി ഹേസിന്റെ ഒരു വെബ് സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയറിലേക്ക് ഈവന്റും വന്നു. MS ധോണിയൊക്കെ ആയിട്ട് പുതിയ ഒരു വെബ് സീരീസ് വരുന്നുണ്ട്. ആ വെബ് സീരീസിന്റെ പേരാണ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അഥർവ എന്നാണ് പുതിയ വെബ് സീരീസിന്റെ പേര്. നമുക്ക് എന്തായാലും ഫ്രീ ഫയറിലേക്ക് വരുമ്പോൾ ഇതേപോലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ MS ധോണി, അതായത് തല എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ക്യാരക്ടർ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുമ്പോൾ. നമ്മുടെ ഫ്രീ ഫയറിലേക്ക് MS ധോണി പുതിയ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു അഥർവയുടെ വെബ് സീരീസിന്റെ ലുക്ക് ലഭിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും. ഈ ഒരു വെബ് സീരീസിന്റെ അഥർവ എന്ന് പറഞ്ഞിട്ടുള്ള വെബ് സീരീസിന്റെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വെബ് സീരീസ് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ ഫയറിലും ഈ ഒരു ഇവന്റ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ MS ധോണി നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നതായിരിക്കും. കൂടെ ഈ ഒരു ഹെലികോപ്റ്റർ ഷോട്ടും വരുന്നുണ്ട്. അതായത് ഇമോട്ട്, സ്പെഷ്യൽ ഇമോട്ട് ആയിരിക്കും MS ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് ആയിരിക്കും. നമ്മുടെ MS ധോണി അതാ തലയുടെ നമുക്ക് ഹെലികോപ്റ്റർ ഷോട്ടിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ക്രിക്കറ്റ് ഗെയിം കാണാൻ നേരത്തെ നല്ല മാസമായിട്ട് 6 ഒക്കെ അടിക്കാറുണ്ട് നമ്മുടെ MS ധോണി. ക്യാരക്ടറിന്റെ പേര് തല എന്നായിരിക്കും. നമുക്ക് പിന്നെ ഹെലികോപ്റ്റർ ഷോട്ട് ആയിരിക്കും ഇതിന്റെ മെയിൻ ഇമോട്ട്. ഇതായിരിക്കും. നമുക്ക് എന്തായാലും കുറച്ച് ഇവന്റുകളൊക്കെ ലീക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഇവന്റുകളൊക്കെ അവസാനിക്കുമ്പോൾ അതായത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു അപ്ഡേറ്റ് വരും. OB33 അപ്ഡേറ്റ് വരും. അപ്ഡേറ്റ് കഴിയുമ്പോൾ എന്തായാലും പുതിയ ഒരു വെബ് സീരീസ് ഇറങ്ങുകയാണ്. MS ധോണിയായിട്ട് അഥർവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ഇറങ്ങുകയാണ്. ആ ഒരു വെബ് സീരീസിന്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് ഫ്രീ ഫയറിലേക്ക് പുതിയ ക്യാരക്ടറും വരും. ക്യാരക്ടറിന്റെ പേര് തല എന്നായിരിക്കും. പിന്നെ സ്പീഡുമായി ബന്ധപ്പെട്ട ഒരു എബിലിറ്റി ആയിരിക്കും എന്തായാലും ഈ പുതിയ ക്യാരക്ടറിന് ഉണ്ടാവുക.
എന്തായാലും ഇതെല്ലാം കൺഫേം ആയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ക്യാരക്ടർ MS ധോണി എടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. OB33 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു ടോപ്പ് അപ്പ് ഈവന്റ് വരും. ആ ടോപ്പ് അപ്പ് ഈവന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന മിക്കവാറും ധോണി എന്ന ക്യാരക്ടർ ആയിരിക്കും. അത് മാത്രമല്ല, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കുറച്ച് പവർ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ കുറച്ച് പ്ലേയേഴ്സ് ഒന്ന് കമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി പവർ വേണം ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മാക്സിമം പവർ ആക്കാൻ ശ്രമിക്കുകയാണ് വീഡിയോസ് എല്ലാം. ബട്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.